ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? അവൽ വിളയിച്ചത്. ഞാനതിന് ആവശ്യത്തിനുള്ള അവലെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളേ. ഇതിന് വേണ്ടത് ശർക്കര വേണം, നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ്, പരിപ്പുണ്ടാക്കുന്ന പരിപ്പ്, പുട്ടുകടല, തേങ്ങ, നെയ്യ്, എള്ള് എല്ലാം വേണം. ഇന്ന് ഇതിലേക്ക് തേങ്ങ ഇടാൻ പോവാണേ. അപ്പോൾ തേങ്ങ ഞാൻ ഏകദേശം ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ വലിയ തേങ്ങയുടെ പകുതി, അരമുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ പകുതി. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു ടേസ്റ്റിലുണ്ടാക്കണം. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയായിപ്പം. ഇതുവരെ ഇവിടെ തേങ്ങ ഇടാൻ വന്നില്ല. കാരണം തെങ്ങിലോട്ടൊക്കെ കയറാനൊക്കെ പ്രയാസമില്ല, തെന്നോ വല്ലതും ചെയ്താലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം വാങ്ങിക്കുവാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യമൊക്കെ തേങ്ങ കിട്ടും വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത്. ഇത് അവലിനാണെങ്കിൽ ഒരു ഇച്ചിരി കട്ടി കുറഞ്ഞ അവലായിപ്പോയി, ഇതേ കിട്ടിയുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് പൊത്തി വെക്കാം. അത് കുറച്ച് സമയം അങ്ങനെ ഇരിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ശർക്കര പൊടിയാണ് എനിക്ക് കിട്ടിയത്. അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം അരിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം പൊടിയായതുകൊണ്ട് വലുതായിട്ട് അഴുക്കൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എൻ്റെ ഈ ബർണർ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിനെ ഒന്നുകൂടെ കാണിക്കണം. ഇച്ചിരി കത്താനൊക്കെ പ്രയാസമുണ്ട്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കണം. ആറിയിട്ട് അരിച്ചാൽ മതി, വലിയ അഴുക്കൊന്നും കാണത്തില്ല. ഇനി നമ്മൾ നെയ്ക്കകത്ത് വറുക്കാനുള്ള സാധനങ്ങളാണ്. പരിപ്പ് ഞാൻ എടുത്ത് ഒരു വലിയ സ്പൂണിന് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ട. 2 ഞാൻ ഇച്ചിരി മാറ്റി വെച്ചു. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ നമ്മൾ അധികം ചെയ്തിട്ടില്ലല്ലോ. കണ്ണപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ അങ്ങ് മറന്നുപോയി ഇളക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ചെറിയ ബ്രൗൺ നിറം ആയി വരുമ്പോൾ നമുക്കിതങ്ങ് വാങ്ങാം. കണ്ടോ, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് അടുത്ത പൊട്ടുകടല അതുപോലെ തന്നെ ഇട്ട് അത്രയും ഒരു രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ച് ഇനി വാങ്ങണം. പിന്നെ കാഷ്യൂ, ഇതെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വാങ്ങണം. ഇതെല്ലാം നെയ്ക്കകത്തിട്ട് തന്നെ ഞാനൊരു 3 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, അത്രയും മതിയാവും. ഇനി എള്ള മൂപ്പിക്കാൻ നേരത്ത് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. കാരണം നെയ്യ് നല്ല ചൂടി നിൽക്കുമല്ലോ, എള്ള് പെട്ടെന്ന് മൂത്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. കണ്ടോ, ഇത് ഞാൻ കാഷ്യൂ എടുത്ത പാത്രത്തിലോട്ട് തന്നെ അങ്ങ് ഇട്ടു. ഇതെല്ലാം കൂടി ഒരുമിച്ചല്ലേ ഇടുന്നത്. ഇനി നമ്മൾ ഒരു ഉരുളി എടുത്ത് വെക്കുക. ഈ ഉരുളി ഉണ്ടല്ലോ, എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാനൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ അടുക്കി പിടിക്കും. അതുകൊണ്ട് ഉരുളി ഇത്ര വർഷമായ ഉരുളിയാണെന്നറിയോ. ഉരുളിക്കകത്തോട്ട് നമ്മൾ ഇത് ശർക്കര പാനി അരിച്ച് അങ്ങോട്ട് ഒഴിക്കുക. അപ്പോൾ ഇത് ആറിയിട്ടുണ്ടേ, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇത് ചൂടാക്കിയിട്ട് നമ്മൾ അവൽ അങ്ങോട്ട് എടുത്തിടണം. ഇവിടെ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് എനിക്ക് അവൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഒരു കൈ കൊണ്ട് അവലിട്ട് ഇളക്കുകയും കൂടെ ചെയ്യുമ്പം നമുക്ക് പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മ അവലിട്ട് തരാമെന്ന് പറഞ്ഞു. ഹരിയേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, നന്നായിട്ട് ഇളക്കിയിരിക്കണം. ശർക്കരയൊക്കെ ആടി ചിലപ്പം അടുക്കി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി അങ്ങ് എല്ലായിടും അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം ഞാനിത് ഇടയ്ക്ക് ഇതിനകത്ത് കണ്ടോ, ഇത് നന്നായിട്ട് കണ്ടോ വരുന്നുണ്ടേ. എനിക്ക് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വന്നു. ഞാൻ ചുക്കുപൊടി ഏലക്കപ്പൊടിയൊക്കെ ഇട്ട വീഡിയോ കഴിഞ്ഞു പോയോ എന്ന് വിചാരിച്ചേ.
ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യും, പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷനാണ്, നമ്മൾ എന്തൊക്കെ അങ്ങനെ, പിന്നെ അതൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ വരും. വീഡിയോ എടുത്തതൊക്കെ വന്നോ. ഇപ്പം തണ്ട ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്, ശകലം ചുക്ക് പൊടി ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതൊക്കെ പതുക്കെ ചെയ്ത് വന്ന് എല്ലാം അങ്ങ് ശരിയാവും. കാരണം ഇതൊക്കെ ആദ്യമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമ്മൾ മാത്രം അറിയുന്ന ഒരു രീതിയിൽ അങ്ങ് ചെയ്യുന്നതല്ലേ, അപ്പം നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഇപ്പം പക്ഷേ ഒത്തിരി വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ്, വറുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങോട്ട് ഇടണം. കണ്ടോ, ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ചേർത്ത് ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്യണം. തവിയിലൊക്കെ ഈ ശർക്കരയുടെ ഒക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, തവിയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കും. നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി ഒരു കുഴഞ്ഞിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം അങ്ങ് മാറും. പിന്നെ ഞാൻ ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി തീ വേണമെന്നില്ല, എല്ലാം റെഡി ആയല്ലോ. അപ്പോൾ പിന്നെ നമ്മളിതിന് തീ വെക്കണമെന്നില്ല, ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ അതെല്ലാം കൂടെ വറുത്ത നെയ്യുണ്ടല്ലോ, ഒരു ശകലം നെയ്യുണ്ടായിരുന്നു, അതോടെ എടുത്ത് ഞാൻ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തു. കണ്ടോ, നന്നായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ അണ്ടിപ്പരിപ്പും പൊട്ടുകടലയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ നല്ല രസമാണ് ഇത് കാണാൻ. ഇനി നമ്മൾ ഇത് പിന്നെ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്, പഞ്ചസാര. ഒരു ടീസ്പൂൺ ഒരു പഞ്ചസാര അതിൻ്റെ മുകളിലേക്കൊന്ന് തൂകണം. എന്നിട്ട് നമ്മളൊരു ശക്കല സമയം ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞിറങ്ങുന്ന സമയം, അത്രയും സമയം നമ്മളൊന്ന് അടച്ചു വെക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതെല്ലാം